വന്യതയുടെ നടുവിൽ തണുത്ത കാറ്റുകൊണ്ട് നമുക്കൊരു ബോട്ട് യാത്ര പോയാലോ? നമുക്ക് നേരെ ഇടുക്കിക്ക് വിടാം, അങ്ങനെയാണ് ആഗ്രഹമെങ്കിൽ. പെരിയാർ കടുവാ സങ്കേതത്തിന്റെ ഭാഗമായ തേക്കടിയിലെ ബോട്ടിങ്ങിന് ദിവസേന നൂറുകണക്കിന് ആളുകൾ എത്തുന്നുണ്ട്. നാട്ടിലാകെ വേനൽ ചൂട് കത്തി നിൽക്കുമ്പോൾ അവിടെ നല്ല തണുത്ത കാലാവസ്ഥയാണെന്നതും സഞ്ചാരികളെ അവിടേക്ക് കൂടുതലായി ആകർഷിക്കുകയാണ്. നിർത്താതെ വീശിയടിക്കുന്ന തണുത്ത കാറ്റ്, പെരിയാർ ടൈഗർ റിസർവിന്റെ വനാന്തരീക്ഷം. തേക്കടിയിലേക്ക് എത്തിയാൽ പിന്നെ തിരിച്ചു പോകാൻ തോന്നില്ല. പറഞ്ഞറിയിക്കുവാൻ കഴിയില്ല ഇവിടുത്തെ പ്രകൃതി മനോഹാരിത. അതുതന്നെയാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നതും. തേക്കടിയിലേക്ക് വന്നപ്പോൾ നല്ലൊരു ക്ലൈമറ്റാണ്. അതായത് നിങ്ങൾക്ക് അവിടെ ഏറ്റവും കൂടുതൽ പുല്ലൂർ നിയറസ്റ്റ് പ്ലേസ് ആണ്. 40 ഡിഗ്രി വരെ ചൂട് വന്നതാണ്. ഇവിടെ വന്നപ്പോൾ നല്ലൊരു കാലാവസ്ഥയാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഇനി ബോട്ടിങ്ങിനായിട്ട് താഴോട്ട് പോവുകയാണ്. ബാക്കി സ്ഥലങ്ങളൊക്കെ കണ്ടുവരുവാണ്. നല്ലൊരു ക്ലൈമറ്റ്, നല്ല അന്തരീക്ഷമാണ്, നല്ല അറ്റ്മോസ്ഫിയറാണ്. നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റി. എൻ്റെ കൂടെ വന്ന ആൾക്കാരാണ് ഇതെല്ലാം. ഞങ്ങളുടെ ഫാമിലി കസിൻസാണ്. നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റി. നല്ലൊരു പ്ലേസാണ്. മറ്റൊരിടത്തും ഇല്ലാത്തത്ര തിരക്കാണ് ഇവിടെ ബോട്ടിങ്ങിന്. കാരണം എന്താണെന്നല്ലേ? ബോട്ട് യാത്രക്കിടയിൽ ഇരു കരകളിലുമായി ചിലപ്പോൾ ആനയും കടുവയും കാട്ടുപോത്തുമൊക്കെ പ്രത്യക്ഷപ്പെടും. വനവും വന്യജീവികളെയും ഒക്കെ അടുത്തു കാണുവാനും അറിയുവാനും പറ്റുന്നത് ഇവിടെ മാത്രമാണ്. ദിവസേന ആയിരക്കണക്കിന് സഞ്ചാരികൾ എത്തുമ്പോഴും പ്ലാസ്റ്റിക്കോ മറ്റു മാലിന്യങ്ങളോ ഇല്ലാതെ ജൈവ വൈവിധ്യം നിലനിർത്തിയാണ് വനം വകുപ്പ് ഇവിടം കാത്തു സൂക്ഷിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുമ്പോൾ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഇഴയടുപ്പത്തിന്റെ നേർക്കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി. അപ്പോൾ കുറേ സന്ദേശങ്ങളൊക്കെ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാഴ്ചകൾ കൂടുതലായി വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സൊക്കെ ചാടി ഇറങ്ങി അതൊക്കെ കൊണ്ടുവരും അടുത്ത ദിവസം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു.